അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പെരുന്നാൾ ആഘോഷത്തെ പറ്റിയായിരുന്നു അല്ലേ? നമ്മൾ പെരുന്നാളിന് ചൊല്ലേണ്ട തക്ബീർ ഒക്കെ നമ്മൾ ചൊല്ലി പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചോ? പെരുന്നാളിന് നമ്മൾ പള്ളിയിൽ പോകും, പിന്നെ നമസ്കരിക്കും, പുതുവസ്ത്രങ്ങളൊക്കെ ധരിക്കും. എന്നിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള കൂട്ടുകുടുംബങ്ങളൊക്കെ സന്ദർശിക്കും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് പുതിയൊരു പാഠം എടുക്കാം. എന്താണ് പാഠം? പേജ് നമ്പർ 46, 46 പേജ് നമ്പർ എടുക്കുക എല്ലാവരും. ഇതാണ്ട നിങ്ങൾ ഈ ഫോട്ടോ, ഈ പാഠം കണ്ടില്ലേ? 46. എന്താണ് പാഠത്തിൻ്റെ പേര്? ആരാണ് ശക്തൻ? പാഠം 13. ആരാണ് ശക്തൻ? എല്ലാവരും എടുത്തോ? ഓക്കെ, എല്ലാവരും എടുക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ ഈ പാഠം. എല്ലാവരും വിരൽ വെക്കും. എല്ലാവരും വെച്ചോ? റെഡി. പാഠം 13. ആരാണ് ശക്തൻ? ഏറ്റവും ശക്തി ആർക്കാണ്? സിംഹം, ആന, രാജാവ്, JCB. ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ്? ആർക്കാണ് ഈ ലോകത്തിൽ ആർക്കാണ് പിന്നെ ഏറ്റവും ശക്തി? ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്? സിംഹം, കണ്ട നിങ്ങൾ? സിംഹത്തിൻ്റെ ഫോട്ടോ കണ്ടു അല്ലേ? പിന്നെ ആന അല്ലേ? പിന്നെ ഇതാരാണ്? രാജാവ്. ഇത് JCB. ഇതോ ഗുസ്തിക്കാരന് അല്ലേ? ഗുസ്തി. ഈ പറഞ്ഞ ഈ ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ നമുക്ക് എന്താ പറയുക? സിംഹം അല്ലേ? ലയൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മൃഗ സൂ ഒക്കെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സിംഹത്തിനാണോ ഏറ്റവും കൂടുതൽ ശക്തി? ആണോ? നമ്മുടെ കാട്ടിലെ രാജാവാണ് സിംഹം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? വലിയ വന്യജീവികളൊക്കെ ഉള്ള കാടുകളുണ്ടാവും, വനങ്ങൾ. ആ കാടുകളിലെ രാജാവ് സിംഹമാണ് എന്നൊക്കെ നിങ്ങൾ പലരും കഥകളിലൂടെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഈ സിംഹത്തിനാണോ ഏറ്റവും കൂടുതൽ ശക്തി? ഇനി വേറെ ഒന്നുണ്ടോ? സിംഹം കഴിഞ്ഞാൽ പിന്നെ ആന അല്ലേ? ആനക്കാണോ കൂടുതൽ ശക്തി? ആനനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം ഓരോ ആഘോഷങ്ങൾക്കൊക്കെ വരാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും വലിയ ജീവിയാണില്ലേ ആന? അപ്പൊ ആനക്കാണോ കൂടുതൽ ശക്തി? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാജാവ്. എന്താ രാജാവ്? നിങ്ങൾ രാജാവിന്റെ ഫോട്ടോ കണ്ടു അല്ലേ? രാജാവിനാണോ ഏറ്റവും കൂടുതൽ ശക്തി? രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൗദി അറേബ്യയിൽ അവിടെ രാജാവാണ് അല്ലേ? രാജകീയ ഭരണമാണ്. അതേപോലെ ദുബായ്, അവിടെയൊക്കെ രാജകീയ ഭരണമാണ്. നമ്മുടെ നാട്ടിൽ രാജാവില്ല അല്ലേ? ഇവിടെ പ്രധാനമന്ത്രി ഒക്കെയാണ് അല്ലേ? ഇവിടെ ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ രാജാക്കന്മാർ ഭരിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള രാജാക്കൾ ആണോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവർ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് അല്ലേ? രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരിക? രാജാവ് ഒരാളുടെ രൂപം മാത്രമല്ല, ആ രാജാവാണ് അവിടുത്തെ എല്ലാം. അവിടുത്തെ സൈന്യാധിപനും അവിടുത്തെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ അധിപൻ ആരാണ്? ആ രാജാവായിരിക്കും. രാജാവ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടിലുള്ള എല്ലാവരും അത് ചെയ്യുക തന്നെ വേണം. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ആർക്കും ചെയ്യാൻ കഴിയില്ല അല്ലേ? അപ്പം അത്ര പവറുള്ള ആളാണ് രാജാവ്. അപ്പം ആ രാജാവാണോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എന്നാണ് അടുത്തത്. പിന്നെ അടുത്തത് കണ്ടോ നിങ്ങൾ? രാജാവ് കഴിഞ്ഞാൽ JCB. ഇവിടെ കണ്ട ഫോട്ടോ കണ്ടോ? JCB അല്ലേ? JCBക്കാണോ ഏറ്റവും കൂടുതൽ ശക്തി? ആർക്കാണ്? ഇപ്പൊ JCB നിങ്ങളൊക്കെ മണ്ണ് മാറ്റുന്നൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? ഇപ്പൊ നമ്മൾ മുമ്പ് പാർക്കിൽ പോയിരുന്നില്ലേ? നിങ്ങൾ ഉണ്ടായിരുന്നെ വെങ്ങാട് ഒരു പാർക്കുണ്ട്. ആ പാർക്ക് പിന്നെ വലിയ ഒരു കുന്നിൻ പ്രദേശമായിരുന്നു ഈ പാർക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ്. അതൊക്കെ നിരപ്പാക്കി അവിടെ പാർക്ക് രൂപത്തിലാക്കിയത് ആരാണ്? JCB.
ഈ JCBക്കാണോ ഏറ്റവും കൂടുതൽ ശക്തി എന്നുള്ളതൊക്കെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഇതിന് മനസ്സിലായത്? ഏറ്റവും കൂടുതൽ ശക്തി ആർക്കാണ്? കാട്ടിലാണെങ്കിൽ നമ്മൾ സിംഹത്തിന് കൊടുക്കല. സിംഹത്തിന് എല്ലാവർക്കും പേടിയാണ് കാട്ടിലാണെങ്കിൽ. പിന്നെ ആന ഉണ്ട്. ആന വലിയ മൃഗമാണെങ്കിലും കാട്ടിലെ രാജാവ് ആരാണ്? സിംഹം തന്നെയാണ്. പിന്നെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ ശക്തി ആർക്കാണ്? രാജാക്കന്മാർക്ക് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഗുസ്തിക്കാരുണ്ട് അല്ലേ. അതൊന്നും നമുക്ക് അത്ര വലിയ ശക്തിയുള്ള ആളായിട്ട് നമുക്ക് തോന്നുകയില്ല. പിന്നെ JCB അല്ലേ, യന്ത്രങ്ങൾ. JCB അറിയാം, യന്ത്രമാണ് അല്ലേ. യന്ത്രം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉപകരണം അല്ലേ. അത് വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പം പല നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനേക്കാളും ശക്തിയുള്ള ഒരാളുണ്ട്. അതാരാണ്? അതാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ആരാണ് ആ ശക്തി? ആർക്കെങ്കിലും അറിയാം? ആർക്കാണ്? ഈ പറഞ്ഞ ആന, സിംഹം, രാജാവ്, പിന്നെ ഗുസ്തി, JCB, ഇതിനേക്കാളൊക്കെ കൂടുതൽ ശക്തിയുള്ള ഒരാള് ഉണ്ട്. ആരാണത്? നിങ്ങൾക്കൊക്കെ അറിയാലേ, അള്ളാഹു അല്ലേ. അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി. ആരാണ്? അള്ളാഹു. ഇവിടെ കണ്ട നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? നോക്ക്, സിംഹത്തേക്കാൾ ശക്തി സിംഹത്തെ ഉണ്ടാക്കിയ അള്ളാഹുവിനാണ്. അത് തന്നെ കാരണം അല്ലേ. നമ്മൾ JCB പറഞ്ഞു, രാജാവ് പറഞ്ഞു, ആന, സിംഹം, ശക്തിമാൻ, ഇവരൊക്കെ പറഞ്ഞുല്ലേ. അതേപോലെ ഈ ഇവയൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? ഇപ്പൊ രാജാവിനെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു. JCB അതുണ്ടാക്കിയത് ആരാണ്? അത് മനുഷ്യന്മാരുണ്ടാക്കി. മനുഷ്യന്മാർക്ക് അതിനുള്ള ബുദ്ധി കൊടുത്തത് ആരാണ്? അള്ളാഹു അല്ലേ. പിന്നെ ആനയെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു. സിംഹത്തെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു. പിന്നെ ശക്തിമാന്റെ ഒരു ഫോട്ടോ കണ്ടു അല്ലേ, ഗുസ്തിക്കാരന്. ആ ഗുസ്തിക്കാരന് ആ ശക്തി കൊടുത്തത് ആരാണ്? അള്ളാഹു. അപ്പോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആള് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആരാണ്? ഏകദൈവമായ നമ്മുടെ അള്ളാഹു. ആ അള്ളാഹുവിനെയാണ് നാം ഭയപ്പെടേണ്ടത്. ലോകത്തിൽ ഒരു കാര്യവും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടാനാണ് അള്ളാഹു പറയുന്നത്. കാരണം എന്താണ്? അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ ശക്തി. എല്ലാം ഉണ്ടാക്കാനും നശിപ്പിക്കാനും എല്ലാം ഉള്ള കഴിവും അള്ളാഹുവിനുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോ ലോകം മൊത്തം പേടിച്ച് നിൽക്കുകയാണ് അല്ലേ. ലോകത്തിലെല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്താണ് കാരണം? കൊറോണ. മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾക്കറിയില്ലേ കൊറോണ അല്ല. വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങുന്നില്ല, നമുക്ക് സ്കൂളില്ല, പിന്നെ മറ്റുള്ള ദൂര സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയുന്നില്ല, പള്ളിയിലോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ. പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുകയാണ്. ഇതെന്താണ് കാരണം? ഈ കൊറോണ എന്ന് പറയുന്ന ചെറിയൊരു സൂക്ഷ്മ ജന്തുവാണല്ലേ. നമ്മൾക്കൊക്കെ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അത്രത്തോളം ചെറിയ ഒരു വൈറസാണ് കൊറോണ. ആ വൈറസിനെയാണ് ഇപ്പം ഈ ലോകം മൊത്തം പേടിച്ച് നിൽക്കുന്നത്. ഒരാളെ കൊണ്ട് തടയിടാൻ കഴിയണില്ല. ഇല്ലല്ലോ. എത്ര ഡോക്ടേഴ്സ് അതേപോലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പിന്നെ അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന് മരുന്ന് 100% അതിന് ഫലം കിട്ടുന്ന ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആരാണ് ഇതിന്റെ ബാക്കില്? ഈ കൊറോണയെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു. അപ്പൊ അള്ളാഹു ആണ് ഏറ്റവും വലിയ ശക്തി. അള്ളാഹുവിനെ തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ലല്ലോ. ഇല്ല. പിന്നെ അപ്പൊ അതാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത പേജ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്താണ്? അള്ളാഹു ആണ് ഈ പറഞ്ഞ കൊറോണയൊക്കെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ പറഞ്ഞൂലേ. എന്തിനാണ് അള്ളാഹു ഇതേപോലത്തെ ഒരു പരീക്ഷണം നമുക്ക് നൽകിയത്? എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലും? നമ്മളൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ നടക്കണം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നമ്മൾ ചെയ്യണം. നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം, പാവങ്ങളെ സഹായിക്കണം, അയൽവാസികളായ ആളുകള് പട്ടിണി കിടക്കുന്നത് നോക്കണം അല്ലേ. ഇതൊക്കെ നമ്മൾ അള്ളാഹു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാരെ, മാഷിമാരെ ബഹുമാനിക്കണം അല്ലേ. നിങ്ങളെ രക്ഷിതാക്കള് പറഞ്ഞത് മക്കള് കേൾക്കണം, അനുസരിക്കണം. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമ്മളെല്ലാവരും അല്ലേ, ഈ ലോകത്തുള്ള എല്ലാവരെയും അള്ളാഹുവിന് ഇഷ്ടമാവും അല്ലേ. എന്നാൽ അതിന് എതിരായിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എവിടെ നോക്കിയാലും അക്രമം, സ്വന്തം പിതാക്കളെ മക്കള് പിന്നെ വെട്ടിക്കൊല്ലുക അല്ലേ. പിന്നെ അതേപോലെ നമ്മൾ അയൽവാസികളെ നമ്മൾ ആക്രമിക്കുക. പിന്നെ പരസ്പരം നമുക്ക് വിശ്വാസമല്ലല്ലേ, നമ്മൾ ഒരാളെ വിശ്വസിച്ചാൽ ഓനെ വഞ്ചിക്കുക അല്ലേ. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. അതുകൊണ്ട് തന്നെയായിരിക്കാം അള്ളാഹു ഇതുപോലെ നമ്മളെ പരീക്ഷിക്കുന്നത് അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാവുകടൽ പറഞ്ഞൊരു കടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയാണത്? ജോർദാൻ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഏകദേശം അവിടെയാണ് ചാവുകടൽ. നിങ്ങളെ ഉപ്പാക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന MS പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയും ചാവുകടലിനെ പറ്റി. ആ ചാവുകടല്, കടല് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. കടല് സമുദ്രം, വെള്ളല്ലേ. അത് ചാവുകടല്, അവിടെ ആദ്യം അങ്ങനെ ഒരു കടലോ അല്ലെങ്കിൽ അവിടെ ഒരു തടാകമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു സുപ്രഭാതത്തിൽ അവിടെ ഉണ്ടാക്കിയതാണ് അല്ലാഹു. എന്താ കാരണം നിങ്ങൾക്കറിയോ? പിന്നെ ചാവുകടൽ നിന്നിരുന്ന അവിടെ ആദ്യം കടല് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അവിടെ അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പേരെന്താണെന്നോ? സദൂം. സദൂം എന്ന് പേരുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ആദ്യം. അവിടെ ആദ്യം കടലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ അള്ളാഹു പറഞ്ഞത് അനുസരിച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചില്ല. അള്ളാഹു പറഞ്ഞതിന് ധിക്കാരം ചെയ്തു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അവിടുത്തെ പിന്നെ അള്ളാഹു അവിടെ നബിയെ അയച്ചു, ലൂത്ത് നബി എന്നറിയും. ആ നബിയെ അള്ളാഹു അവിടേക്ക് അയച്ചു. അവിടെയുള്ള ആളുകളൊക്കെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ചീത്ത സ്വഭാവമുള്ള ആളുകളായിരുന്നു, അവരൊക്കെ നേർമാർഗത്തിലേക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു ഒരു ലൂത്ത് നബി അറിയ നബിയെയും അയച്ചു. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ ഈ ലൂത്ത് നബിയെ പരിഹസിച്ചു, ലൂത്ത് നബിയെ കളിയാക്കി. ലൂത്ത് നബി പറഞ്ഞത് ആരും കേൾക്കാൻ തയ്യാറായില്ല, അനുസരിച്ചില്ല. ആ ഒരു കാരണത്ത് അള്ളാഹുവിന് വലിയ ദേഷ്യം തോന്നി. അങ്ങനെ അള്ളാഹു എന്താ ചെയ്തതെന്നറിയോ? അവിടെയുള്ള ആ സദും എന്ന ആ പ്രദേശം, ആ നാട് മൊത്തം ഭൂമിന്റെ അടിക്കണ്ട് ആഴ്ത്തിക്കളഞ്ഞു. ഭൂമിന്റെ അടിക്കണ്ട് ആഴ്ത്തിക്കളഞ്ഞപ്പോൾ എന്തായിരുന്നു സ്വാഭാവികം? മേലെ തൊട്ടടുത്തുള്ള കടല് വെള്ളം വന്ന് മൂടി. അങ്ങനെയാണ് അവിടെ ആ ചാവുകടല് എന്ന കടല് ഉണ്ടായത്. അപ്പൊ എന്താണ് കാരണം? അള്ളാഹുവിനെ എതിരെ ധിക്കരിച്ച് പ്രവർത്തിച്ചു അവരൊക്കെ അല്ലേ. അതിനുള്ളൊരു പരീക്ഷണമായിട്ടാണ് അവിടെ ആ ചാവുകടല് എന്ന കടലുണ്ടായത്. അവിടെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈ കൊറോണയും ഇപ്പൊ ഈ വൈറസ് വന്നൂല്ലേ, ഈ കൊറോണയും അതുകൊണ്ട് തന്നെയാവാം. കാരണം എന്താണ്? നമ്മളൊക്കെ ഇങ്ങനെ നേരം വെളുക്കുന്നു, വൈകുന്നേരം ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, കടന്നുറങ്ങുന്നു, നമുക്ക് വേറെ ഒരു ചിന്തയില്ല അല്ലേ, മരണപ്പെട്ടു പോകണം അല്ലേ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത ആർക്കും ഇല്ല അല്ലേ. കുറച്ച് ആളുകൾക്ക് ഉണ്ടാകും, ഭൂരിപക്ഷ ആളുകൾക്കും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പലയാതി പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ നമുക്ക് തന്നെ പൗരത്വം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മളൊന്നും ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ് പിന്നെ പൗരത്വം നൽകാത്ത അങ്ങനത്തെ പല നിയമങ്ങളും നമ്മുടെ ഭരണാധികാരികൾ, നമ്മളെ നോക്കേണ്ട ആളുകളാണ് നമ്മളെ ഭരണാധികാരികൾ അല്ലേ, അവരൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു അല്ലേ. നാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ ക്ഷേമത്തിനും അവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പും ഭരണാധികാരികളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അവരൊക്കെ നമുക്കെതിരെ ഇപ്പോൾ കർഷക സമരം നടക്കുകയാണ് അല്ലേ. കൃഷിക്കാർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ കൃഷിക്കാരെല്ലാവരും കൂടി സമരം നടത്തുന്നു. ആർക്കും ജീവിതത്തിൽ ഒരു സന്തോഷമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇത് അള്ളാഹുവിനും ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് ചിലപ്പം വന്നേക്കാം. ഈ കൊറോണയും അതുപോലെ അള്ളാഹു പരീക്ഷിച്ചതാണെന്ന് നമുക്ക് ഒരിക്കലും അതിനെ നമുക്ക് അങ്ങനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെ ആയേക്കാം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അല്ലേ. അള്ളാഹു നമ്മളെ പ്രാർത്ഥന കേൾക്കും. നമുക്കൊന്നും അസുഖം ഒന്നും വരാതെ അള്ളാഹു നമ്മളെ ആരോഗ്യം അല്ലേ എന്നും നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഓക്കെ. പിന്നെ ഇനി ഞാനത് നിങ്ങളോട് അള്ളാഹു ആണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയാനാണ് ഇപ്പം ഈ കഥ പറഞ്ഞത് കേട്ടോ. ചെറിയ ആർക്കും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു കൊറോണയെ തട്ടിമാറ്റാൻ കഴിയുന്നില്ല നമുക്ക് ആർക്കും. എന്നിട്ട് നമ്മളാണ് അഹങ്കരിക്കുന്നത്. ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിങ്ങനെ അഹങ്കരിച്ച് നടക്കുക. എവിടെ ഒരു ചെറിയ കൊറോണ വന്നപ്പോൾ
അതിനെ തട്ടി അകറ്റാൻ ആർക്കും കഴിഞ്ഞില്ലല്ലേ. പിന്നെ എന്തിനാണ് നമ്മളൊക്കെ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? നമുക്കൊന്നും ഒരു കഴിവുമില്ല. അള്ളാഹു ആണ് ഏറ്റവും വലിയ കഴിവുള്ള ആൾ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ കഥകളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക്, പേജ് നമ്പർ 47 കണ്ടോ? എന്താണ് ഇതിൽ പറഞ്ഞത്? മുകൾ കണ്ടങ്ങള് അള്ളാഹു സിംഹത്തെ ഉണ്ടാക്കി കണ്ടോ? ഇനി ഇവിടെ അള്ളാഹു ഡാഷ് ഉണ്ടാക്കി, അള്ളാഹു ഡാഷ് ഉണ്ട്. അങ്ങനെ 1 2 3 4 5 കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അള്ളാഹു ഉണ്ടാക്കിയത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു സിംഹത്തെ ഉണ്ടാക്കി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. എന്തൊക്കെയാണ്? അള്ളാഹു ആനയെ ഉണ്ടാക്കി, അള്ളാഹു സിംഹത്തെ ഉണ്ടാക്കി, അള്ളാഹു JCBയെ ഉണ്ടാക്കി, അള്ളാഹു മനുഷ്യനെ ഉണ്ടാക്കി, അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്ന എന്തും അവിടെ എഴുതാം. എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് എനിക്ക് വിട്ടു തരണം കേട്ടോ. അത് ഹോംവർക്കാണ്, മനസ്സിലായോ? ഹോംവർക്ക്. പിന്നെ ഇവിടെ കണ്ട ഒരു കുട്ടി ഉണ്ടോ? ഒരു കുട്ടി ഉണ്ടല്ലേ? എന്താണ് കുട്ടി ചോദിക്കാണ്? കാറും ബസ്സും തീവണ്ടിയും വിമാനവും JCBയും എല്ലാം അള്ളാഹു ആണോ ഉണ്ടാക്കിയത്? ഈ ചെറിയ കുട്ടിക്ക് സംശയം. ഈ കാറും ബസ്സും തീവണ്ടിയും JCB ഇതൊക്കെ അള്ളാഹു ആണോ ഉണ്ടാക്കിയത്? നിങ്ങൾക്കും അതേപോലെ സംശയം ഉണ്ടാവൂലേ? ഇപ്പൊ JCB ഒക്കെ കാണുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ല. അത് കാര്യം ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മളെപ്പോലത്തെ മനുഷ്യന്മാര് എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും ഒക്കെയാണ് അത് ഉണ്ടാക്കുന്നതില്ലേ. അള്ളാഹുവിനെ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല. അപ്പൊ നിങ്ങൾക്കും അതേപോലെ സംശയം ഉണ്ടാവും, അല്ലേ? എന്നാ ഈ കുട്ടിക്കും അതേപോലെ തന്നെ സംശയം. ഈ JCBയും ഈ ബസ്സും കാറും ഒക്കെ അള്ളാഹു ആണ് ഉണ്ടാക്കിയത് എന്ന് ഈ കുട്ടി ചോദിക്കുകയാണ്. അപ്പോ ഈ ആള് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ്? അല്ല, അള്ളാഹു മനുഷ്യരെ ഉണ്ടാക്കി, മനുഷ്യർക്ക് പലതും ഉണ്ടാക്കാനുള്ള ബുദ്ധി കൊടുത്തു. അതാണ് ഉത്തരം, അല്ലേ? സംഗതി ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. JCB, കാറ്, ബസ്, ജീപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? മനുഷ്യന്മാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ പിന്നെ ഇതിനുള്ള ബുദ്ധി കൊടുത്തത് ആരാണ്? അള്ളാഹു. അല്ലെങ്കില് ആളുകള് വിമാനം ഉണ്ടാക്കുന്നുണ്ടല്ലേ? വിമാനത്തിന് കണ്ടില്ല, നിങ്ങൾ ആകാശത്തു കൂടെ ഇങ്ങനെ പറന്നു പോവുകയാണ്, അല്ലേ? റോഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോ ഇത് ഉണ്ടാക്കിയത് ആരാണ്? മനുഷ്യന്മാരുണ്ടാക്കിയതാണ് വിമാനം, അല്ലേ? അള്ളാഹു അല്ലല്ലോ, അല്ല. അപ്പോ ഇത് ഉണ്ടാക്കുവാനുള്ള ബുദ്ധി അതാരാണ് കൊടുത്തത്? ഈ ആളുകൾക്കൊക്കെ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധി കൊടുക്കണമല്ലോ. ആ ബുദ്ധി കൊടുത്തത് ആരാണ്? അതാണ് അള്ളാഹു. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ എല്ലാ ശക്തിയും ബുദ്ധിയും എല്ലാം കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു. ആ ബുദ്ധി ഇല്ല എന്ന് വിചാരിക്കുക, ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാകില്ല, ആർക്കും ഉണ്ടാക്കാൻ കഴിയൂല, അല്ലേ? അപ്പൊ എല്ലാതിൻ്റെയും ബാക്കിൽ അതിന്റെ ഏറ്റവും അവസാനം അതിനുള്ള ബാക്കിലുള്ള ശക്തി ആരായിരിക്കും? അള്ളാഹു. ഓക്കെ, അപ്പൊ ഈ കുട്ടിയുടെ സംശയം ഈ ഉപ്പ മാറ്റി കൊടുത്തു. ഇനി അടുത്ത പേജ് എടുക്കുക എല്ലാവരും. അടുത്ത പേജ് നമ്പർ 48 അല്ല, നിങ്ങൾ എന്താണ് വായിച്ച് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയണേ. എഴുതാൻ എന്താണ്? അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യർ കാറുണ്ടാക്കി. ശരി തന്നെയല്ലേ? അള്ളാഹു കൊടുത്ത ബുദ്ധി, ആ ബുദ്ധി ഉപയോഗിച്ചാണ് മനുഷ്യന്മാര് കാറ് ഉണ്ടാക്കിയത്. അതേപോലെ രണ്ടാമത്തെ നോക്ക്, അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യർ ഡാഷ് ഉണ്ടാക്കി. എന്താണ്? തീവണ്ടി ഉണ്ടാക്കി, അല്ലേ? പിന്നെ അടുത്തത്, അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യർ ഡാഷ് ഉണ്ടാക്കി. വിമാനം, അല്ലേ? ഫ്ലൈറ്റ്, എയറോപ്ലെയിൻ, അല്ലേ? വിമാനം ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്തണം, പൂരിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് വിട്ടു തരണം. പിന്നെ അള്ളാഹു കൊടുത്ത ശക്തി കൊണ്ട് മനുഷ്യർ ഡാഷ് ഉണ്ടാക്കി. എന്താണ്? ബസ്സുണ്ടാക്കി, അല്ലേ? പിന്നെ അള്ളാഹു കൊടുത്ത ശക്തി കൊണ്ട് വീടുണ്ടാക്കി, അല്ലേ? ഒരു വീട്, നല്ല ഭംഗിയുള്ള വീട് ഉണ്ടാക്കണം, അല്ലേ? അതിന് പിന്നെ എന്ത് വേണം? നല്ല ബുദ്ധി വേണം, അല്ലേ? നല്ല ബുദ്ധി ഉണ്ടായെങ്കിൽ അതിന്റെ മാപ്പൊക്കെ വരച്ച് അതിന്റെ പ്ലാനിങ് ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ വേണം, അല്ലേ? ആ എഞ്ചിനീയർക്ക് ബുദ്ധി കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു. അപ്പോ 1 2 3 4 ഈ 4 കാര്യം നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് എനിക്ക് വിട്ടു തരണം. ഓക്കെ, ഇവിടെ കണ്ട നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്?
അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന് എന്തിനും കഴിയും. അപ്പം നമ്മൾ പഠിച്ചത് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ള ഇതാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ ഒരാൾക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളെന്താണ് എനിക്ക് അതുണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിന് കഠിനമായി പരിശ്രമിക്കും അല്ലേ? പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് കഴിയൂല, ഉറപ്പാണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നല്ല ബുദ്ധിയും നല്ല മനസ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം തന്നെ വേണം. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ അടുത്തത് എന്താണ്? സിംഹത്തെ ഉണ്ടാക്കി അള്ളാഹു എത്ര ശക്തൻ അല്ലേ? സിംഹത്തിന്റെ ശക്തി നിങ്ങൾക്കറിയാം. ആ സിംഹത്തെ ഉണ്ടാക്കി അള്ളാഹു അല്ലെ? അപ്പൊ അള്ളാഹുവിന്റെ ശക്തി എത്രയാണ് അല്ലെ? അത് ഒന്നും രണ്ടും സിംഹമല്ല, ലോകത്ത് ആയിരക്കണക്കിന് സിംഹങ്ങളുണ്ട്. സിംഹം അല്ലെ? ആ സിംഹം മൊത്തം ഉണ്ടാക്കി അള്ളാഹുവിന്റെ ശക്തി എത്ര ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഒരു സിംഹത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്, ലോകത്തിൽ ഒട്ടനവധി സിംഹം. ആ സിംഹത്തിന്റെ മൊത്തം ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനേക്കാളും വലിയ ശക്തിയാണ് ആ അള്ളാഹുവിന്. പിന്നെ ആനയെ ഉണ്ടാക്കിയ, നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം കേട്ടോ. ഈ മേലെ കൊടുത്ത ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ എന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്യുക, ഇവിടെയും ഫില്ല് ചെയ്യുക. മനസ്സിലായോ? ഈ ഭാഗം മാത്രം. ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ, ആനയെ ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ, സൂര്യനെ ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ. ഇപ്പൊ സൂര്യനില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയുടെ വലുപ്പം നിങ്ങൾക്കറിയോ? ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പടപ്പറമ്പ് സ്കൂൾക്ക് വരുന്നു അല്ലെ? പിന്നെ നമ്മളൊക്കെ പിന്നെ ചിലരൊക്കെ നമ്മളെ വീട്ടിലുള്ള ഇക്കാക്കന്മാരൊക്കെ എവിടെയാണ്? ദുബായ്, സൗദി അറേബ്യ അല്ലെങ്കിൽ അമേരിക്ക, ലണ്ടന്, പല രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ഇതൊക്കെ ഭൂമി തന്നെയാണ്. ഇതേ സ്ഥലത്തിന്റെ ഈ ഭൂമിയുടെ അതേ ഭാഗം തന്നെയാണ് ഇപ്പൊ ദുബായിലും മക്കത്തും മദീനയിലും ഒക്കെ ഈ ഭൂമിയുടെ മറ്റൊരു ഭാഗമാണ്. അപ്പൊ ഈ ഭൂമിന്റെ വലുപ്പം നോക്കി നിങ്ങൾ. നമ്മൾ വിമാനം ഇപ്പൊ അമേരിക്കയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വിമാനത്തിൽ യാത്ര ചെയ്യണം. വിമാനത്തിന്റെ സ്പീഡ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പോ അമേരിക്കയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ ഭൂമിയുടെ വലുപ്പം നിങ്ങൾ കണ്ടോ? എന്നിട്ട് വീണ്ടും അങ്ങനെ അമേരിക്കയിലെ എത്ര സ്ഥലങ്ങൾ, എത്ര രാജ്യങ്ങളിലെ ഇതൊക്കെ ഭൂമിയാണ്. ഈ ഭൂമിയെ ഉണ്ടാക്കിയത് ആരാണ്? ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയുമോ ഇതേപോലെ ഭൂമി ഉണ്ടാക്കാൻ? ഇല്ല, ഒരു ശക്തിനെ കൊണ്ടും കഴിയൂല ഭൂമി ഉണ്ടാക്കാൻ. ഇല്ലല്ലോ. ഈ ഭൂമിയിലുള്ള ഈ മണ്ണ്, പാറ, വെള്ളം അല്ലേ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഭൂമിയെ ഉണ്ടാക്കിയ ആ അള്ളാഹുവാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ. ആ അള്ളാഹുവാണ് അല്ലേ? ഇനി സൂര്യനെ പറ്റി പറഞ്ഞു. ആകാശത്തേക്ക് നോക്കുക. ആകാശത്ത് നോക്കി നിങ്ങൾ എന്തൊക്കെയാ കാണുന്നുണ്ട് അല്ലേ? ആകാശം കാണുന്നുണ്ട്. ആകാശത്ത് എന്തൊക്കെ ഉണ്ടാവും? നക്ഷത്രങ്ങളുണ്ട് അല്ലേ? ചന്ദ്രന്, സൂര്യൻ, ഇതൊക്കെ ഉണ്ട് അല്ലേ? രാത്രി നിങ്ങൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ആകാശത്തിൽ നോക്കിയാൽ പറ്റും. എത്രയോ നക്ഷത്രങ്ങളൊക്കെ കാണാൻ പറ്റൂല്ലേ? ഇതിൻ്റെയൊക്കെ വലുപ്പം നിങ്ങൾ കണ്ടു. ചെറിയ നക്ഷത്രങ്ങളൊക്കെ കാണുമ്പോൾ ചെറുതാ തോന്നും, അല്ലല്ലോ? അതിൻ്റെയൊക്കെ വലുപ്പം നിങ്ങൾക്കറിയോ? അതിന്റെ വലുപ്പം വലിയ വലിയ നക്ഷത്രങ്ങളാണ്. അപ്പം അതിൻ്റെ പിന്നെ വലുപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അത് നിങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുകയാണ് കേട്ടോ. ഇനി വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പറ്റി നിങ്ങൾ പഠിക്കും. അപ്പൊ ഇതൊക്കെ നിയന്ത്രിച്ചു പോകുന്നത് ആരാണ്? അള്ളാഹു അല്ലെ? ഇപ്പൊ പകല് നേരം വെളുത്തു അല്ലെ? ഇനി രാത്രിയാവും. ഇതിങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ ഇവിടെ പിന്നെ പകലാണ് അല്ലെ? എന്നാൽ അമേരിക്കയിലോ രാത്രിയാണ്. ഇനി ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് അവിടെ പകലാവും, ഇവിടെ രാത്രിയാവും അല്ലെ? ഇതൊക്കെ എന്നുള്ള ഇതാണ് അല്ലെ? ഇതിപ്പോ ഇന്നൊരു ദിവസം മാത്രമല്ല, എന്നും ഇതേപോലെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാകുന്നു, പകലാകുന്നു. അതുപോലെ അമേരിക്കയിലും പിന്നെ സൗദി അറേബ്യയിലും ദുബായിലും മക്കയിലും ഒക്കെ ഇതേപോലെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് എന്ന് തുടങ്ങിയതാ അറിയോ? നമ്മളൊക്കെ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വന്ന അന്ന് മുതൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പക്ഷെ അന്ന് മുതൽ നമ്മളെ വല്യപ്പാൻ്റെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഭൂമിയിലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ശക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലപ്പോ? ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ലോ അല്ലേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ ഇതാകെ പിന്നെ നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ ഇത് എന്തായാലും കഴിയൂല അല്ലേ? ഏതൊരു കാര്യത്തിനും അതിനൊരാളുണ്ടാവും അത് നോക്കാൻ അല്ലേ? അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് ഉറപ്പായില്ലപ്പോ? ഏറ്റവും വലിയ ശക്തി അള്ളാഹു ആണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ഉറപ്പായില്ലേ? ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ,
അപ്പോൾ ഈ പറഞ്ഞ ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്ത് വിട്ടു തരണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ബാക്കി എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.